ഏറ്റവും നല്ല നാല് ഞങ്ങളുടെ മുറ്റത്ത് അവസാനിച്ചുകൊണ്ടുള്ളൂ. ആ സമയത്ത് സത്യവിശ്വാസിയായ ആളുകൾ, മോമിനായ ആൾമാർക്ക് വലിയ വിഷമമുണ്ടാവുള്ളൂ. കാരണം നല്ല ദിവസങ്ങൾ ധാരാളം അള്ളാഹു പ്രതിഫലം തന്നെങ്കത്തെ, ദോഷങ്ങൾ പുറത്തു കൊടുക്കണമെങ്കത്തെ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നെങ്കത്തെ നല്ല സമയങ്ങൾ തീരുമ്പോൾ ഇനി ചിലപ്പോൾ 2 വർഷ ഇപ്പോൾ ഉള്ളെങ്കത്തെ ആൾമാരിക്കുവാറാ ചൊല്ലുകാവില്ല. അള്ളാഹു നാಗೆല്ലാം ആയിസൗണ്ട് തൊഴത്തിലായി നീട്ടിത്തെറുമാറാവട്ടെ. അപ്പോൾ അതെല്ലാം വിചാരിക്കുമ്പോൾ മോമിനായ ആളെ മനസ്സ് വലിയ നൊമ്പലാവും, ബേജാറാവും. അവിടെയെല്ലാം അള്ളാഹു തആല മനുഷ്യന് നല്ല നല്ല അവസരങ്ങൾ തന്നുകൊണ്ടുള്ള അവകാശമാണ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അള്ളാഹു നമുക്ക് റമദാനിലൂടെ തന്നുകൊണ്ടുള്ളത്. ഒരാളും നന്നാവാണ്ടിക്കോ തീറ, ഒരാളും ദോഷങ്ങൾ പൊറുക്കപ്പെടാത്ത രൂപത്തിലേക്കോ തീറ. റമദാൻ വന്നിട്ടും ദോഷങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ദൂരെയാവട്ടുണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുടെ ദുആ. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ ചൊല്ലുന്നത്. അപ്പൊ റമദാൻ ചൊല്ല ഏറ്റവും നല്ല സമയങ്ങൾ കിട്ടിയിട്ടും ഞാനൊരു ഗഫ്ലത്തിലും അശ്രദ്ധയിലും ഇല്ലാണ്ടായെങ്കിൽ റഹ്മത്തിനെ തൊട്ട് ദൂരാവട്ടുണ്ട് ദുആ. പിന്നെ നന്നാവുക വേറെ അവസരങ്ങൾ കിട്ടില്ല. ഏറ്റവും നല്ല ടൈമാണ് റമദാൻ. നന്നാവിടെ ചൊല്ലുന്നത് എന്താണ്? നാണ് നന്നായിട്ടില്ല ചൊല്ല ബോധം നല്ല കൽബ് വേണ്ടതാണ്. നാണ് നല്ലായിട്ടില്ല, എനിക്കിനിയും നല്ലാവും. ഞാനിപ്പമേ നല്ലായിട്ടാൻ ചൊന്നിട്ട് വിചാരിച്ച പിന്നെ നന്നാവും ബാക്കിയില്ല. അവൻ അഹങ്കാരിയായി പോണ്ട, അവൻ നശിച്ചു പോണ്ട. മനുഷ്യർ ഏറ്റവും വലിയ ആഫത്താണ് കിബറും ഹസദും ചൊല്ലുന്നത്. ഒന്നാമത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകാശത്ത് വെച്ച് അള്ളാഹു എതിർകാട്ടുമ്പോൾ നടന്നെങ്കത്തെ ഏറ്റവും വലിയ തെറ്റാണ് കിബറും ഹസദും ചൊല്ലുന്നത്. ഇത് രണ്ടുണ്ടായിട്ടുണ്ടായെങ്കിൽ അവൻ കുഫ്ർ കാണുപോണ്ടേ, അവിശ്വാസത്ത് കാണുപോണ്ടേ. ഖുർആൻ ചെന്നത് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് അഹങ്കരിച്ച അവൻ കാഫിരീങ്ങളിൽ പെട്ടുപോയ. കിബർ ഒരാൾക്ക് വന്നിട്ടുണ്ടായ കുഫ്ർ ഗെത്തു സുലഭ. കിബർ നോക്കറുള്ള കാഫുണ്ടു നടുലൊരു ഭാഗം ലാസ്റ്റ് ഒരു ഭാഗം. അതേ കിബറിന് നടക്കൊരു ഫാ കൂട്ടിയെങ്കിൽ കുഫ്രായി. അപ്പൊ കിബറും കുഫറും ഏറ്റവും അടുത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് ചെന്ന ഒരാളെ കൽബിൽ കിബറുണ്ടായിട്ട്, കിബർ എത്ര വലിയ കിബറുണ്ടെന്ന് വരും, കിബറിന് ഒരു അണുമണി തൂക്കം ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അവൻ സ്വർഗത്ത് കിടക്കില്ലാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴിപാട്ടി തന്നോണ്ടു. അതുകൊണ്ട് അഹങ്കാരങ്ങൾ, അസൂയാറ്റുള്ളെങ്കിലത്തെ ഹൃദയ രോഗങ്ങളെല്ലാം ദൂരാക്കിയിട്ട് പഠിച്ചോണ്ട് മുട്ട മടങ്ങുള്ള ഏറ്റവും നല്ല സമയങ്ങളിലാണ് നമ്മളുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയം. ഇനിയും 7 നാളുണ്ട്. പക്ഷെ 7 നാളുണ്ടോ നീട്ടുകയില്ല. കാരണം ഏത് സമയത്ത് മനുഷ്യൻ മരിക്കൊണ്ടില്ല. അടുത്ത റമദാനുണ്ടല്ല, അടുത്ത 4 നാളിക്ക് വേണ്ടിയുള്ളതാവുള്ളൂ. അതുകൊണ്ട് ഒരു ബുദ്ധിമന്ത ആരും ചൊന്നിക്ക് തൗബാക്കിടങ്കെത്താളാണ്. അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. ഒരു കുറ്റത്തിൽ നിന്ന് ഒരാൾ മനസ്സറിഞ്ഞിട്ട് അള്ളാഹുവിനോട്ട് ഖേദിച്ച് മടങ്ങാണ്ടായെങ്കിൽ അവൻ കുറ്റമില്ലാത്ത ആളെ പോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴിപാട്. തപ്പാക്കിൻകെത്ത ഒരാൾ തപ്പിൽ നിന്ന് മനസ്സറിഞ്ഞിട്ട് പഠിച്ചോണ്ടൊട്ടി ഖേദിക്കുമ്പോ അവനും തപ്പില്ലാത്ത പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. ഒരാൾ പരിശുദ്ധ റമദാൻ കള്ളുകുടിച്ചാൻ പേരില്ല, അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കുമാറാവും. അതൊരു തെറ്റാണ്, ഏറ്റവും വലിയ തപ്പാണ്. അങ്ങനെ കള്ളുകുടിക്കുന്ന ഞാൻ കണ്ടാൻ വിചാരിച്ചു എങ്കിൽ അവൻ കള്ളുകുടിച്ച് ഞാൻ നോട്ടാക്കി വെക്കടേ, അവൻ കള്ളുകുടിച്ചില്ല. അതപ്പം ഞാൻ ചെന്നില്ലെങ്കിലും കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഐത്തിന് വരും ഒരവസ്ഥയിൽ അവൻ എത്ര ചൊല്ലുമ്പോ ചിലപ്പോൾ അസൂയുള്ളെങ്കിൽ ഞാൻ അതിനെ പുറത്തിരുവേ ഓന്റെ കൂടെ ചേർപ്പോ പറ്റാത്തെങ്കിലത്തെ ആളാണ്. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ ഓൻ പരിശുദ്ധ റമദാന്റെ പച്ച അപ്പോൾ കള്ളുകുടിച്ചെങ്കിലത്തെ ആളാണ്. അപ്പൊ ഞാനത് റെക്കോർഡാക്കി വെച്ചാൽ എഴുതി വെച്ചാൽ പിന്നെ എപ്പോഴാ ഞാൻ ചെല്ലുവേ. അതേ സമയത്ത് പഠിച്ചോൺ അതേ 4 അവണോ പുറത്തു കൊടുത്തിരിക്കോ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടു കള്ളുകുടിച്ചെങ്കിലത്തെ ഒരാൾ നണ്ടൊട്ടിക്ക് തൗബാക്കണോണ്ടില്ല, അള്ളാഹുടൊട്ടിയോ തൗബാക്കിയാണ് വിചാരിക്കാം. അത് അവനും അള്ളാഹും തമ്മിലുള്ള ഇങ്ങനത്തെ തപ്പാണ്. അങ്ങനെ റബ്ബിലൊട്ടിയോ ചെന്ന റബ്ബെ നക്ക് നീ മാപ്പാക്കണോ ചെന്നെങ്കിൽ അതേ 4 ചിലപ്പോ പഠിച്ചോൺ പുറത്തു കൊടുത്തിരിക്കും, ഞാൻ പുറത്തു കൊടുക്കില്ല. അതുകൊണ്ടാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. തപ്പിൽ നിന്ന് ആത്മാർത്ഥമായി തൗബാക്കടക്കത്ത ഒരാൾ തപ്പ് ഇല്ലാത്ത ആളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രതീക്ഷ തന്നെങ്കത്തെ ഹദീസുകളാണ്. എത്ര വലിയ തപ്പാക്കിങ്കത്ത ആളാണെങ്കിലും പഠിച്ചോണ്ട് മുന്നിൽ ഖേദിച്ചു മടങ്ങുക അത് ഏറ്റവും നല്ല അവസരമാണ്, ഏറ്റവും നല്ല ടൈം. നാം പലപ്പോഴും ചെന്നത് ഖൽവത്തിൽ തെച്ചിട്ട് ആരുമില്ലാത്തവിടെ തെച്ചിട്ട് തൗബാക്ക. അത് ഭർത്താവാക്ക, ഭാര്യയാക്ക. ഭർത്താവ് ആക്കിങ്കത്തെ തപ്പ് ഭാര്യയൊട്ടി കേൾക്കൊണ്ടില്ലേ.
ഭാര്യയാക്കി ഇങ്ങനത്തെ തപ്പ് ഭർത്താവോടൊട്ടി കേൾക്കണോണ്ടില്ല. മഞ്ഞിലായിട്ട് പ്രഥമ രാത്രിയിൽ കൂടറിങ്ങത്ത ആണും പെണ്ണുടെ എത്രമാ വിവാഹങ്ങൾ തെറ്റിപ്പോയതെല്ലാം ഉണ്ട്. എന്റെ അവിടെ പെണ്ണ് അധിക പ്രസംഗാക്കിയ ആൾ, ആണും അധിക പ്രസംഗാക്കിയ ആള് ആക്കിയ ആണ് കേൾക്കട ഒല്ലൊട്ടിയെ നീ കോളേജിൽ അവിടെ എവിടെ എല്ലാം പഠിച്ചിട്ടല്ലേ, എത്ര ആളൊട്ടിയെ നിങ്ങൾക്ക് ലവ് ഇൻറ്റ്, എത്ര ആളൊട്ടിയെ ബന്ധയിറ്റ്, അങ്ങനെ ഒക്കി കേട്ടിട്ട് ബന്ധങ്ങൾ നശിച്ചു പോയക്കത്ത ചരിത്രങ്ങളുണ്ടു. അത് കേൾക്കണോണ്ടില്ല കൊണ്ട് അധിക പ്രസംഗമാണ്. അവൾ ചൊല്ലുകളും തീരങ്ങനെ ഒന്നുണ്ടായി ആക്കൊക്കെ തീരാൻ തെറ്റാണ്. ഇനി പെട്ടുപോയിട്ട് വിചാരിക്കാം ഓന്റെ ഈ ഒത്തായത്തിൽ മണിതിൽ ലാസ്റ്റ് അവിടെ ഇങ്ങനെ ചെന്നാല് പിന്നെ ലൈഫ് ലോങ് ഓർക്ക് സന്തോഷമില്ല. അതാണ് ഞാൻ ചൊന്നെ, ഒരാണ് തപ്പാക്കിയാണ്ടായെങ്കും പെണ്ണ് തപ്പാക്കിയാണ്ടായെങ്കും ഒറ്റക്ക് തെറ്റിയിട്ട് റബ്ബടെ മുന്നോൾക്ക് അറിയാം ഉൾപ്പെടാ. പെണ്ണ് ദ്വാരക്കരുത് ആണ് കൊത്താവണ്ട, കൊത്താൻ ചെല്ലുക നീ നല്ല ആളും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്നത്തെ നിന്റെ ദുവാ കേട്ടിട്ട് കൊത്തായിട്ട് നീ എന്തും പറ്റാത്ത എങ്കത്തെ ആള്. കാരണം ഞാൻ ആക്കി എങ്കത്തെ തപ്പടി എണ്ണിട്ട് ഞാൻ ചൊന്നെ അത് ഓണ് കൊത്തായിട്ട് അപ്പൊ പിന്നെ ഓണ് പോൾ വേണ്ട. ഇനി ഓളങ്ങനെ ഓൺ തപ്പാക്കിയാൽ അങ്ങനെ ഓണ്ടെതിര് ദ്വാരന്നാണ്ടായ ഓളെതിര് ദ്വാരന്നെങ്കിൽ ഓൾക്കും ഓണ് വേണ്ടാണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം വഴിപാട്ടിട്ട് നീ ഒരു തെപ്പാക്കിയെങ്കിൽ തൗബ ആക്കുനായത് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. വേറെ ഒരാളെ മുന്നിൽ പോയിട്ട് നീ തൗബ ആക്കണമെങ്കിൽ ആവശ്യമില്ല. അങ്ങനെ ആവുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഹക്കുകളുണ്ട്. അത് മനുഷ്യന്മാരൊട്ടിയെ ചൊന്നിട്ട് തീർക്കുന്നത് വേറെ വിഷയമാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ഞാൻ ആക്കുമ്പോ ഒരു മനുഷ്യരെ മുന്നിൽ ഞാൻ ചെല്ലണമെന്നില്ല. ഇസ്ലാം എത്ര നല്ല സരള ധർമ്മമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരാൾ മുന്നിൽ പോയിട്ട് കുംഭസാര ഇട്ടിട്ടുണ്ട് കുറെ ധർമ്മത്തിലുള്ളതുകൊണ്ട്. ചർച്ചിൽ അച്ഛന്മാരെ മുന്നിൽ പോയിട്ട് ഫാദർമാരെ മുന്നിൽ പോയിട്ട് ഓണാക്കിയ തപ്പടെല്ലാം എണ്ണിച്ചുള്ളൂ. അത് ഓണവും കൊന്തയിത്തല്ലേ, ഒരു മഹ്ലൂക്കായാൽ കൊന്തയിത്തല്ലേ. ഞങ്ങളെ ധർമ്മത്തെ നിയമങ്ങളായിട്ടിരിക്കും. അതേ സമയത്ത് ഇസ്ലാമിൽ എത്ര വലിയ ആളായെങ്കോ അവന്റെ മുന്നിൽ പോയിട്ട് ഞാനാക്കിയ തപ്പ് ചെല്ലണ്ട, അത് പരിഹാരം കേൾക്കാം. എന്നിട്ട് ഡയറക്റ്റ് പോയിട്ട് ഉസ്താദരൊട്ടികമോ അല്ലെങ്കിൽ വലിയ ഒരാളൊട്ടികമോ കേൾക്കുമ്പോ ഞാനിങ്ങനെ തപ്പാക്കി രണ്ടല്ല ചൊല്ലെ. ഒരാൾ ഇങ്ങനെ തപ്പാക്കിയെങ്കിൽ അതുകൊള്ള പരിഹാരം എന്തിന് തപ്പോ ആരാക്കിയ നീനാക്കിയമോ അത് കേൾക്കൽ അധികാരം അയാൾക്കില്ല. ഒരു തപ്പ് ഒരാളാക്കിയെങ്കിൽ പരസ്യമായിട്ട് അത് ചെല്ലണ്ട, ചൊല്ലുടെങ്കിൽ അള്ളാഹുടെ മുന്നിൽ മാത്രമാണ്. ആ സമയത്ത് അള്ളാഹു നമുക്ക് മാഫ് തണ്ട. ഇത് അതുക്കുള്ള നല്ല നാളാണ്. അള്ളാഹുടൊട്ടിയെ നിരന്തരമായി ദ്വാർക്ക പഠിച്ചുകൊണ്ട് പറ്റി ചെന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ വെള്ളിയാസറുണ്ട്. ഞങ്ങൾ എപ്പോഴും ദ്വാർക്കട ഇലാഹി ലസ്ദുലിൽ ഫിർദൗസി അഹ്ല. അതിന് അർത്ഥം അറിഞ്ഞിട്ട് പഠിച്ചുകൊണ്ടിട്ടുള്ളൂ. അതിലത്ര നല്ലൊരു ദുആ വേറെ ഇല്ലാണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നറിന്റെ ഒരു റിപ്പോർട്ടിലുള്ള ദുആ അത് വെള്ളിയാസറുണ്ട് 5 വട്ടം ചൊന്നെങ്കിൽ ഈമാനോടെ മരിക്കലുണ്ട്. ഇമാം ബഹുമാനപ്പെട്ട ഇമാമുന ഷഅറാനി റളിയല്ലാഹു അൻഹു പോലത്തെ ആൾമാർ വിശദീകരിച്ചുകൊണ്ടുള്ള വെള്ളിയാസറുണ്ട് അത് ചൊല്ലണോ. അതുകൊണ്ടാണ് 5 വട്ടം ഞങ്ങൾ അത് ചൊല്ലാം. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല. അള്ളാഹുടൊട്ടി അവസാനത്തെ 10 ഞങ്ങൾ സ്വർഗം കേൾക്കടാ, നരകത്തിൽ നിന്ന് കാവൽ കേൾക്കടാ. അപ്പൊ അള്ളാഹുടൊട്ടി ഇതല്ല റബ്ബേ, ഞാനൊരിക്കലും സ്വർഗത്ത് അർഹനായ ആളല്ല. അതാണ് ഞാൻ ചൊന്നെ. ഞാനൊരു തേഞ്ഞെനിക്കത്ത ആളാണ്, നന്നായിരിക്കത്ത ആളാണെന്ന് ചൊന്നിട്ട് വിചാരിച്ച് നടന്നെങ്കിൽ പിന്നെ നന്നാവില്ല. നന്റെ മനസ്സിൽ പറഞ്ഞാൽ ഞാൻ നന്നായിട്ടേ ഇല്ലാണ്ട. അപ്പോഴാണ് പഠിച്ചോണ്ടട്ടിയ പിന്നെ കേൾക്കണോണ്ട് മനസ്സാവും. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല. ഞാൻ ഒരിക്കലും സ്വർഗത്ത് അർഹനായ ആളേ അല്ല. ഞാൻ സ്വർഗത്തിൽ കൊണ്ട് വലിയ വലിയ ആൾമാരെ പറ്റിയല്ലേ കേട്ട എങ്ങനത്തെങ്ങളുള്ള റമദാനിൽ മരിച്ചു പോയിക്കത്ത ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ സ്ഥാനത്ത് നമ്മൾ എത്തുക. എത്ര കോടി കിലോമീറ്റർ ദൂരം നമ്മൾ നിൽക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, എങ്ങനത്തെ ആൾമാരാണ്. അങ്ങനെയുള്ള കടക്കിടക്കത്തെ സ്വർഗത്തിന് ഞാൻ കടക്കട മറപ്പേ. ഞാനത് അർഹനല്ല. കാരണം ഞാൻ എന്തെല്ലാം ആക്കി ഞാൻ നക്കൊന്തുണ്ടു. ഇനി നക്കൊത്തില്ലെങ്കിൽ നിക്കൊന്തുണ്ടു. ഞാൻ ആക്കിയ 95 ഏക്കർ ഞാൻ മറന്നിട്ടായിരുന്നു. അതേസമയത്ത് പഠിച്ചോണ്ട് പോകുന്ന റിക്കാർഡിൽ അതെല്ലാം ഉണ്ടു. അപ്പൊ സ്വർഗത്തിൽ ഞാൻ അർഹനായ ആളല്ല. അപ്പൊ സ്വർഗത്ത് അർഹനായ ആളല്ലെങ്കിൽ നീ നരകത്ത് പോണേ. 2 ഓപ്ഷനാണ്. ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ. ഒരു ഗ്രൂപ്പ് സ്വർഗത്ത് പോകുമ്പോ ഒരു ഗ്രൂപ്പ് നരകത്തിൽ കൊണ്ടു. അപ്പൊ ഞാൻ സ്വർഗത്ത് അർഹനല്ലാന്ന് ചൊല്ലുമ്പോ നീ നരകത്തിൽ പോണ്ടേ? ഇല്ല റബ്ബേ, നിന്റെ നരകത്തെ മേൽ സഹിക്കവും എന്നെ കൊണ്ട് സാധ്യമേ അല്ല. അപ്പൊ എന്താണ് പരിഹാരമുള്ള പരിഹാരം? നീനാക്കും നക്ക് നീ തൗബ തരണോ, നിന്റെ ദോഷങ്ങളെ നീ പുറത്തു തരണോ. കാരണം എത്ര വലിയ തെറ്റാണെങ്കിലും പുറത്തു കൊടുക്കണമെങ്കിൽ റബ്ബാണ് നീ. അതുകൊണ്ട് നീ പുറത്തു തരണോ. എത്ര സുലഭമാണ് റബ്ബിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചൊല്ല ഈ അവസരങ്ങൾ കിട്ടിയിട്ടും ഒരുത്ത നരകത്തിൽ കൊണ്ടാൻ ചൊന്നെ ദുരന്താണ്. സ്വർഗത്ത് പോകുന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈസി. അങ്ങനെ നോക്കുമ്പോ നരകത്ത് പോകുന്നതാണ് കഷ്ടം. തെറ്റാക്കി എനിക്കത്ത ഒരാൾ റബ്ബിടെ വന്നാൽ കരഞ്ഞു ചൊന്നാണ്ടായി അവൻ സ്വർഗത്ത് പോണ്ടല്ലോ. ഇനി അതേ സമയത്ത് ഈ അവസരങ്ങൾ പാഴാക്കിയിട്ട് നാളെ പോയിട്ട് നാളെങ്ങനെ ആക്കിയില്ല ഇങ്ങനെ ചൊന്നിട്ട് കാര്യമേ ഇല്ല.
പിന്നെ സ്വീകരിക്കപ്പെടില്ല. നല്ല റൂഹ് തൊണ്ടക്കുഴിക്ക് എത്തിയിട്ടുണ്ടായെങ്കിൽ പിന്നെ നല്ല തൗബ സ്വീകരിക്കപ്പെടില്ല. അതുവരെ ചാൻസ് പഠിച്ചോൻ തന്നോണ്ടുള്ള നന്നവിടാനാ നോക്കാം. ഇത്ര വലിയ കാരുണ്യവന്തനായ റബ്ബു എവിടെയും പ്രിയപ്പെട്ട സഹോദരന്മാർ, അത്രയും വലിയ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. അവന്റെ ಬಗ್ಗೆ ഖുർആൻ തന്നത് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ്. അവൻ അൽ ഗഫൂർ ചെമ്മ പുറത്ത് തണ്ടവനുണ്ടാണ്, തെല്ല് പുറത്ത് തണ്ടവനുണ്ടല്ല. അൽ ഗഫൂർ ചെന്നത് സ്ട്രോങ്ങുള്ള പദാണ്. അവൻ ധാരാളം നിനക്ക് പുറത്തു തണ്ട. അൽ വദൂദ് ഭയങ്കര പിസ്സത്താണ്, പിസ്സുള്ളത് കൊണ്ടാണ് നിനക്ക് പുറത്താണ്. അപ്പൊ ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നുള്ള പിസ്സാണ്. ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ കിട്ടുന്നവിടെ ജാഗ കൊറടിയവിടെത്ത വിഷയമില്ലേ, ഫുഡ് കൊറടിയവിടെത്ത വിഷയമില്ലേ. ഒരു 1000 ആളെ ഇഫ്താർക്ക് പ്രതീക്ഷിച്ചിട്ട് 1500 ആൾ വന്നാറും പേര് കൈകാൽ കൊടുവാറ് എന്തിനാക്കട സമയത്ത് ആകെ പ്രയാസം. എത്ര വലിയ മുതലാളി അങ്ങ് ഐറ്റംസ് റെഡിയാക്കണം. അള്ളാഹു അങ്ങനത്തെ വിഷയമില്ലല്ലേ. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ നിങ്ങളെ എല്ലാവരെയും സ്വർഗത്ത് കടത്തു പറ്റിക്കത്ത റബ്ബാണ് അൽ വദൂദ്. അവൻ ഭയങ്കര പിർസത്തെ ആളാണ്. പിന്നെ നിങ്ങളെ പേടിച്ചിട്ട് എന്തോന്ന് സ്വർഗത്ത് കടത്തലല്ല. ഖുർആന്റെ പ്രയോഗം നോക്കുക എത്ര ചന്ത. ഖുർആൻ പിന്നെ ചൊല്ലുദുൽ അർശിൽ മജീദ്. അവൻ ഏറ്റവും വലിയ അർശിയുടെ റബ്ബാണ്. അർശിനെ പോലത്തെ ഒരു സൃഷ്ടിയില്ലാണ്ട് അത്രയും വലിയതാണ് അർശ്. അതുകൊണ്ട് നിങ്ങളെ പേടിച്ചിട്ടവൻ നിങ്ങൾക്ക് പുറത്തു തന്നെ എന്തോ അല്ല. ചിലപ്പോ നാനൊരാൾക്ക് പുറത്തു കൊടുക്കും എന്റെ അവന്റെ പേടിച്ചിട്ട്, അവന്റെ ഉപദ്രവം പേടിച്ചിട്ട് പുറത്തു കൊടുക്കൂടായിരിക്കോ. നീ അങ്ങനെ പുറത്തു കൊടുക്കുവാറ്. പക്ഷെ റബ്ബിടെ വാങ്ങി അങ്ങനെ ചെലവുണ്ടാ. റബ്ബ് അങ്ങനെ ആരെയും പേടിക്കുന്ന ആളല്ലല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നത് നിങ്ങളെ പേടിച്ചിട്ട് എന്തോ അല്ല. നാടുള്ള അർശിൽ മജീദ് ഏറ്റവും വലിയ ആശ്ചര്യ ഉടമയാണ്. നമുക്ക് ഒരാളെയും പേടിക്കണമെങ്കിൽ തരത്തിയില്ല. പിന്നെന്തിനാണ് ഞാൻ പുറത്തു തന്നാൽ വധു ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ ആളാണ്. ഇതെല്ലാം എന്റെ കാതിൽ കേട്ടിട്ടും ഒരു തൗബാക്കോ മനസ്സിനൊക്കെ വന്നില്ല എന്ന് ചോദിക്കുന്ന ദുരന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാർ. അതുകൊണ്ട് അവസാനത്തെ 10 ഇമാമിങ്ങൾക്ക് പരിപാടിയാറ് ഒരു ദുആ നടത്തണല്ലേ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ അല്ലാഹുവിന്റെ നിരന്തരമായി നടത്താം, ഏത് സമയത്തും നടത്താം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അങ്ങനെ ചൊല്ലുക, അഫ്വുൻ അല്ല, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ. അപ്പോൾ ഇവിടെ ഞാൻ തപ്പാക്കിയിട്ട് കുടുങ്ങിയിട്ടായില്ല, ഞാനൊരു കുറ്റവാളിയാണ്, നിനക്ക് രക്ഷപ്പെടുക എന്താണ് മാർഗം? ഇനി റബ്ബിടെ പോതൽ ഇന്നക അഫ്വുൻ, നീ വലിയ മാന്യനാണ്, നീ വലിയ മാപ്പാക്കണമെങ്കിൽ ആളല്ല റബ്ബേ. ഒരാൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് വിചാരിക്കാം, ഒരാളെ കൊല്ലു പാസാക്കിയിട്ട് വിചാരിക്കാം. എങ്കിൽ അവസാനത്തെ പരിഹാരമാണ് രാഷ്ട്രപതി ഒരു അർജി കൊടുക്കല്ലേ. ആ രാഷ്ട്രപതിക്ക് അർജി കൊടുക്കുമ്പോ അതിന് മുന്നിലുള്ളിക്കത്തെ പദങ്ങളും ചക്കാക്കി നോക്കുള്ളൂ. ഈ രാഷ്ട്രപതിയെ പോതൃക, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ അത്ര വലിയ ആളാണ്, അങ്ങനെയല്ല ചൊന്നിട്ട് ഞാൻ എന്തും ആവാത്ത കുറ്റവാളിയാണ്. അതേപോലെ ഈ രാഷ്ട്രപതിയുടെ മനസ്സൊന്നോ അലിയട്ട് കരുണ വരട്ട്. റബ്ബ് വലിയ കാരുണ്യവന്തനാണ്. റബ്ബിടെ മുട്ട ഞാൻ ചൊല്ലേ എന്റെ ദോഷം പൊറുക്കണോണ്ടല്ല ഫസ്റ്റ് ചൊല്ലേ അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഓരോ പദത്തെ ഉള്ളു മനസ്സിലാക്കിയിട്ട് അർത്ഥം വെക്കുമെന്ന് സാധ്യമാവും. ഞാൻ പള്ളിയിൽ വന്ന് എല്ലാവരും അല്ലാഹുമ്മ ഇന്നക അഫൂൻ ചെന്നാലും നാനും ചെന്ന പോയി അതല്ലല്ലേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ അതിനർത്ഥം എന്താണ്? റബ്ബേ നീ വലിയ മാഫാക്കണമെങ്കിൽ ആളാണ്. തുഹിബ്ബുൽ അഫ്വ, നിക്ക് മാഫ് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവന്റെ കോടിയിട്ട് ഞാൻ ചൊല്ലേ നീ സാധുവായ നക്ക് നീ ഒന്ന് മാഫാക്കി തരണോ. ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ റബ്ബുടൊട്ടിയിലേക്കുള്ളൂ. അപ്പൊ കരീമുൻ അങ്ങനെയും ഒരു പദമുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ, നീ മാഫാക്കുന്ന ആളാണ്, നീ വലിയ മാന്യനാണ്. നീ പിന്നെ ഒരാളൊട്ടിയ ചെല്ലാറാവോ. നണ്ടെത്തി ഒരാൾ തപ്പാക്കിയിട്ട് നിങ്ങളൊട്ടി ഒരാൾ തപ്പാക്കിയിട്ട് വേണ്ടി അങ്ങനെ ഞാൻ കാത്തിച്ച മാഫ് കേൾക്കോ വരണോ. അങ്ങനെ അവൻ വന്ന അങ്ങനെ അവനോട് നിങ്ങൾ മാഫ് കൊടുത്താൽ, മാഫ് കൊടുക്കുമ്പോഴും നിങ്ങൾ അവനാക്കിയ തപ്പടല്ല എണ്ണിട്ട് വന്നിട്ട് മാഫ് കൊടുത്താൽ, അങ്ങനെ മാഫ് കൊടുത്തിട്ട് നിങ്ങൾ ഓഫീസിൽ അവിടെ പോകുമ്പോ വേറെ ഒരാളവിടെ കടന്നു വന്നു. അപ്പൊ അയാൾ കേൾക്കട അതല്ല അവിടെ എന്ത് നിന്റെ ഓഫീസ് വന്നേ. അപ്പൊ ഞാൻ ചൊല്ലുവാക്കട അവൻ അങ്ങനെ ആക്കിയാനൊക്കെ അവൻ ഇങ്ങനെ ആക്കിയ അവിടെ നാണവൻ മാഫ് കൊടുത്തേ. അവൻ ആക്കിയത് അപ്പടെ എല്ലാവരുടെയും ഞാൻ പാടിയ ചൊന്നേ ഞാൻ മാന്യനല്ല. അതേ സമയത്ത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ, റബ്ബേ നീ വലിയ മാഫ് കൊടുക്കണമെങ്കിൽ ആളാണ്. ഇനി മാഫ് തന്നിട്ട് നീ ആരോട്ടിയെ പാടുക പോകണ്ടല്ല. നീ കരീമുൻ, നീ അത്യുന്നതനായ വലിയ മാന്യനാണ് റബ്ബേ. തുഹിബ്ബുൽ അഫ്വ, നിക്ക് മാഫ് വലിയ ഇഷ്ടമാണ്. ഫഅഫു അന്നി, നക്ക് നീ മാഫാക്കണോണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ പഠിച്ചോണ്ടിട്ടിയ ചൊല്ലണായിക്കട്ട നല്ലതിക്ക്. അതുകൊണ്ട് ഒരു മുഅ്മിനായ ആൾ മനുഷ്യൻ എന്താക്കണമെന്നുണ്ട് ഹദീസിലുണ്ട്. മൻ ഉഅതിയ, ഈ 4 കാര്യങ്ങളാണ് ആക്കണേ. മൻ ഉഅതിയ ഫശക്കർ, ഒരാൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിട്ട് നന്ദിയുള്ള ആളാവും. നമുക്ക് കച്ചവടത്തിൽ നല്ല ലാഭം വെച്ച് അൽഹംദുലില്ലാ ഒരു ശുക്രിന്റെ സുജൂദാക്ക പഠിച്ചോണ്ട് വന്നോളൂ. വലിയ നന്ദിയുള്ള ആളാവും. നമുക്ക് കിട്ടിയെങ്കിൽ നന്ദി. ഇനി അവർക്ക് പരീക്ഷണം വന്നിട്ട് വരിക. കഴിഞ്ഞ വർഷം ഭയങ്കര ലാഭം കിട്ടിയില്ല, 50 लाख ലാഭം കിട്ടിയില്ല. ഈ വർഷം 45 लाख ലാഭം കിട്ടിയിട്ട് 5 लाख കോടിയായി. അവൻ ഈ 5 लाख ചെന്നിട്ട് നടക്കുക. 5 लाख ലോസ് ആയിട്ട് 5 लाख ലോസ് ആയി.
45 ലാഖ് ലാഭമായത് തൊള്ളൂടെ ഇല്ല. മനുഷ്യൻ നന്ദി കെട്ട ആളാണ്. അപ്പൊ ഞാൻ ചൊന്ന എന്തെങ്കിലും ഒരു ബല ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം വമൻ ദുലിമ ഫഗഫർ. ഒരാൾ ആക്രമിക്കപ്പെട്ടിട്ട് അവൻ മാഫ് കൊടുത്താൽ, നക്കൊരാൾ ഉപദ്രവിക്കാറ് ബുദ്ധിമുട്ടാക്കിയാൽ ഫഗഫർ മാഫ് കൊടുക്കണമെങ്കിൽ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 3 ഗുണങ്ങളാണ്. നാലാമത് ചെന്ന് വമൻ അദ്നബ വസ്തഗ്ഫർ ഫസ്തഗ്ഫർ. ഒരാൾ തപ്പാക്കിയിട്ട് അള്ളാഹുവിനോട് മാഫ് കേട്ടാ, ഒരു നാളിൽ 7 തപ്പാക്കിയിട്ട് 7 വട്ടം മാഫ് കേട്ടാൻ പേരിക്കാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ചൊന്നിട്ട് ഫസക്കത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുണ്ടതെറ്റിട്ട് പിന്നെ അത് മറുപടി ചെന്നില്ല. ഒരാൾക്ക് കിട്ടിയിട്ട് നന്ദിയുള്ളവനായ, ഒരാൾക്ക് ബലാ മുസീബത്ത് വന്ന് അവൻ ക്ഷമിച്ച, ഒരാൾക്ക് അക്രമം വന്ന് അവൻ മാഫാക്കിയ, ഒരാൾ ദോഷാക്കിയ എന്നിട്ട് അവൻ മാഫ് കേട്ട എങ്കിൽ എന്താവും? അത് ചെന്നില്ല. അങ്ങനെ ചെല്ലാതെ നിന്റെ സഹാബത്ത് കേട്ടാറ് ഫമാലഹു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്കുള്ള റിസൾട്ട് എന്താണ്? അയാൾക്ക് എന്തിന് ലാഭം എന്തിന്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ അൻആമിലെ ആയത്ത് ഓതുന്നു. ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. ഉലൈക ലഹുൽ അംനു വഹുൽ മുഹ്തദൂൻ. ഈ ചൊന്നെങ്കെത്ത 4 ഗുണങ്ങളുള്ള ആൾമാർ ഉലൈക ലഹുൽ അംൻ. അങ്ങ് ദുനിയാവിലും നിർഭയമാണ്, ആഖിറത്തിലും നിർഭയമാണ്. വഹുൽ മുഹ്തദൂൻ. അങ്ങനെ സന്മാർഗം സിദ്ധിച്ചെങ്കെത്ത, നേർമാർഗം സിദ്ധിച്ചെങ്കെത്ത ആൾമാരാണ് പരിശുദ്ധ ഖുർആൻ ചൊന്ന ആയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഓതിക്കൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും മാപ്പ് കൊടുക്കുക റെഡിയാണ്. ഖുർആൻ ചൊന്ന സൂറത്തുൽ ഫുർഖാൻ ആയത്ത് ഞാൻ ഓതിയത് ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. എത്ര തപ്പാക്കിങ്കെത്ത ആൾമാരെ പറ്റി അവസാനം ചൊന്നത് അവൻ തൗബാക്കണോ, പിന്നെ അതിലേ ബാക്കിയാവുക തൗബാക്കണോ, ബോധം വന്നോണോ, ആമന ഈമാനുള്ള ആളാവണോ, അമില അമലൻ സാലിഹൻ അവന് നല്ല പണിയെടുക്കണോ എങ്കിൽ അവന് അള്ളാഹു മാഫ് കൊടുക്കണാണ്ട് മാത്രമല്ല അവൻ ആക്കിയ തപ്പിടെ ജാഗിലെല്ലാം നന്മ അള്ളാഹു വെച്ചു കൊടുക്കൂടാണ്ട്. ഒരു 50 വർഷം തപ്പാക്കിങ്കെത്ത ആള് 50ാമത്തെ വർഷത്തിൽ നല്ലതൊക്കെ വന്നാണ്ടായെങ്കിൽ 50 വർഷം ബ്ലാങ്കാണ്. ഒരു നല്ലതുപോലെ അവൻ ആക്കിയിട്ടേ അത്ര എടുത്തിട്ടേക്കെത്ത ആൾ. പക്ഷെ തൗബാക്കിയിട്ട് അവൻ പഠിച്ചോണ്ടെന്തിനാക്കണതൊന്നുണ്ട. ഈ തപ്പുകളുള്ളെങ്കിലത്തെ ജാഗിൽ നന്മയാക്കട. നാളെ മലായിക്കത്തര മുട്ട പോകുമ്പോ സ്വർഗത്ത് പോകണോണ്ട് അള്ളാഹു കിടത്തുമ്പോ മലായിക്കത്തെ റിക്കാർഡ് നോക്കുവാറല്ലേ. റിക്കാർഡ് നോക്കുമ്പോ റബ്ബേ 50 വർഷം ബ്ലാങ്ക് അല്ലേ റബ്ബേ, എന്തും ആക്കിയിട്ടില്ലല്ലേ, തൗബാക്കിയപ്പോ നീ സ്വർഗത്തിൽ കിടത്തരമാ. അങ്ങനെ മലായിക്കത്ത് വരെ ചെല്ലണ്ട ഞങ്ങൾ നോക്കിയിട്ട്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് 50 വർഷത്തെ സൽക്കർമ്മത്തെ നടത്തി തന്ന ഈ ആയത്ത് കേൾക്കുമ്പോ മോമിനീങ്ങൾക്ക് പെരുന്നാൾ ഉണ്ടാച്ചോട്ടെ. കാരണം ഇങ്ങനത്തെ റബ്ബിക്കാർ, ഇങ്ങനത്തെ റബ്ബിന്നിട്ട് നരകത്ത് പോകുന്നതാണ് ചോദിച്ചു. എന്നിട്ട് അള്ളാഹു അറിവത്തുണ്ട അവൻ പൊറത്തു തന്നെ കേട്ട ആളാണ്. ഒരു വിജയം ചൊന്നിട്ടും വെറും പൊറത്തു തന്നെ അവനോ ചൊന്നില്ല, റഹീമൻ കൂടി ചെന്ന് പൊറത്തു തന്നെ 50 വർഷത്തെ ദോഷം പൊറത്തു തന്ന സമ ശരി. അതേ സമയത്ത് 50 വർഷത്തെ നന്മ ഫില്ലാക്കി തന്നല്ലേ, അതുകൊണ്ട് റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ട് 2 ഗുണം അവിടെ ചെന്ന് അള്ളാഹുടെ വയ്ക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കണം കേട്ട ആളാണ്. അവൻ വലിയ റഹ്മത്ത് ആളാണ്. ഒരു ഹദീസിൽ കാണും നാളെ ആഖിറത്തിൽ 2 ആൾമാരെ നരകത്തെ പുറത്തു കൊമ്പാണ്. ലാസ്റ്റ് നരകത്തെ പുറത്തു കൊമ്പന്നിട്ട് അമ്മ വലിയ കൊസിയിട്ട് നരകത്തെ പുറത്തെടുത്തന്നെ. അപ്പൊ അള്ളാഹു ചെല്ല ഈ 2 ആൾമാരൊട്ടിയും മലായിക്കത്തിരട്ടിയും ചൊല്ലൂ നരകത്തിൽ പോറും നരകത്തിൽ പോറും ചെല്ലുമ്പോ ഒരാൾ അങ്ങ് നരകത്തിൽ ഓടിയിട്ട് നരകത്തിൽ തുള്ളുകയാൾ ചാടും. പിന്നെ ഒരാൾ അവിടെ വേണ്ടി നിൽക്കുന്ന നരകത്തിൽ അയാൾ കൊണ്ടുള്ള. അപ്പൊ മലായിക്കത്തിക്കട അള്ളാഹു ചെന്നല്ല നരകത്തിൽ പോകണോ, അയാളൊരു പോകാത്ത പോലെ ഇങ്ങനെ അവിടെ കളിക്കടയാ. അപ്പോഴാണ് ആ നരകത്തിൽ തുള്ളിയെത്ത ആളെ 2ാമത് നരകത്തിൽ നിന്ന് പുറത്താക്കും അള്ളാഹു ചെല്ല. എന്നിട്ട് ഈ 2 ആൾമാരൊട്ടി ക്വസ്റ്റനാണ്. ഒന്നാമത് ഇയാളൊട്ടി നരകത്ത് പോറും ചൊന്ന പാടെ ഓടിയിട്ട് നരകത്ത് തുല്യാറല്ല നിയന്ത്രിക്കുക. അത് റബ്ബെ അയാൾ ചെന്ന മറുപടി അള്ളാഹ് ദുനിയാവിലേതായാലും നീ ചെന്ന പോലെ ഞാൻ കേട്ടിട്ട് ഓടിയും നീ ചെന്ന പോലെ കേൾക്കാണ്ടിരിക്കണമെന്നാണ്. അതുകൊണ്ട് നീ ചെന്ന പോലെ കേട്ടതാണ് തുള്ളി. പിന്നെ നിങ്ങളൊട്ടിയെ ചെന്നിട്ട് എന്തേ പോവാത്തെ? അത് റബ്ബെ റജൗതു അഫ്വക വ കറമക. ഒർക്ക നരകത്തിൽ ഇട്ടതി ഇനിയും ചെന്നാവൻ നീ നരകത്തിൽ ഇടാതെ. നീ വലിയ മാമുള്ളെങ്കിലത്തെ ആളല്ല, നീ വലിയ ഔദാര്യം തന്നെങ്കിലത്തെ ആളല്ല. അതെ, അതുകൊണ്ട് റബ്ബ് ചെന്ന ഈ 2 ആൾമാരെയും പോയിട്ട് സ്വർഗത്തിൽ ഇടവും. ഇങ്ങനെ ഒരു ചിത്രം നാളെ ആഖിറത്തെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തന്നു. അപ്പൊ റബ്ബിനെ ಬಗ್ಗೆ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ബിസ്മില്ലാഹ് ഇത് പഠിച്ചെങ്കിലത്തെ ഒരാൾ ഒരു തപ്പാക്കുക പോവാതെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തപ്പാക്കിയിട്ട് നരകത്തിൽ പോകുന്നത് എത്ര കഷ്ടമാണ്. ഒരാൾ വ്യഭിചരിക്കണമെന്ന് വിചാരിക്കുക, എത്ര പണിയുണ്ടായാലും എത്ര പ്രയാസമാണ് അയാൾ.
അതേ സമയത്ത് അള്ളാഹു ഹലാലാക്കി കൊടുത്തെങ്കിൽ ഭാര്യയുടെ മുട്ട പോയി ആരെങ്കിലും ക്വസ്റ്റനാണ്, ആരെങ്കിലും കേൾക്കുവാണ്. ഒരു ഹറാമായ പെണ്ണിടെ മുട്ട ഒരാൾ പോകുമ്പോ എത്ര പ്രയാസമാണ്. പങ്ങ വന്നിട്ട് ബുദ്ധിമുട്ടിട്ട് തപ്പാക്കിയിട്ടാണോ നരകത്തിൽ പോയോണ്ടുള്ളേ സ്വർഗത്തിൽ പോകണു ഈസിയാണ്. ഒരാൾ കള്ളു കുടിക്കാൻ വിചാരിക്കാം, കള്ളു സാവപ്പെടെ മുട്ട ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾക്കതിൽ എതിർന്ന് പോകുക സാധ്യയില്ല, നാലിട്ട് പൊട്ടു ഓടും. ഞങ്ങൾ അതിനെ മുട്ടത്തെ ഓടുവാൻ അവളുമില്ല. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിട്ട് അങ്ങനെ കള്ളു സാവപ്പെടെ മുട്ട ഞങ്ങൾ പോകുമ്പോ അത്രത്തോളം വെല്ല പോയി അവിടെ ഓടുന്ന അവിടെ നിക്കോ സാധ്യ ഇമ്മാതിരി നാറിനയ്ക്കെത്ത സാധനത്തെ എത്ര ബുദ്ധിമുട്ടിട്ടാണോ കുടിക്കുന്നത്. നരകത്തോടും എത്ര പ്രയാസം ഉണ്ടാകാൻ തോന്നുന്നുള്ളൂ. കക്കൊക്കെ എത്ര പ്രയാസമുണ്ട്, കട്ടിട്ട് ആറാറ് സ്വത്തെടുക്കും എത്ര പ്രയാസമുണ്ട്, എത്ര ബുദ്ധിമുട്ടാണ്. വർക്കുണ്ട എത്ര ആളെ കാക്കണം, എത്ര ആളെ നിരീക്ഷിക്കണം. ഇങ്ങനെയുള്ള ഭംഗ വന്നിട്ട് നരകത്ത് പോകണല്ല മനുഷ്യൻ. പ്രിയപ്പെട്ട അവിടെയാണ് ഞാൻ ചോദിച്ചത്, സ്വർഗത്ത് പോകണു അങ്ങനെ നോക്കുമ്പോ ഈസിയാണ്, നരകത്ത് പോകണു പ്രയാസം. ഇവിടെ റഹ്മാനായ റബ്ബ് തൗബാക്കിയും കേട്ട ആൾമാർക്ക് മാപ്പ് തരണവും റെഡിയായി നിന്നെ കേട്ട ആളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കണേ. അതുകൊണ്ട് നല്ല ബോധമുള്ള കേട്ട ആൾമാരാവണോ, ചിന്തയുള്ള കേട്ട ലക്ഷ്യബോധമുള്ള ഗുരിയുള്ള കേട്ട ആൾമാർ നാടും നിങ്ങൾ എല്ലാവരും ആവണോ. റമദാൻ അവസാനിച്ചുകൊണ്ട് വന്ന് അത് വെറും തിന്നുള്ള കേട്ട തിങ്കളായി സീമിതാക്കുക. ചില മഹാന്മാർ ചെന്നാൽ ചില ആൾമാർ റമദാൻ വരുമ്പോൾ കൊസിയുള്ള എന്തേ റമദാൻ അല്ലാത്തപ്പ കിട്ടാത്ത ഭക്ഷണങ്ങളെല്ലാം റമദാനിൽ കിട്ടുക്കാറില്ല. റമദാൻ അല്ലാത്തപ്പ ഇമാതിരി ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് ആർക്കാണ് വെച്ചിട്ടില്ല. അത് റമദാൻ അല്ലാത്തപ്പ പിന്നെ കിട്ടാത്ത എല്ലാ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ റമദാനിൽ ഞങ്ങളെ ഡൈനിങ് ടേബിളിലെ ഞങ്ങളെ മായുധത്തെ എതിരിങ്ങനെ വരും. ഇത് വിചാരിച്ചിട്ട് റമദാനിന് കൊണ്ടേക്ക് താഴ്മാറുള്ള ആളുകൾ റബ്ബേ എല്ലാ വർഷം റമദാനായിരുന്നു നല്ല നിർദ്ദേശമല്ലേ എമ്മാതിരി ഗൗജിയ എത്ര കൊസിയ. ഒരു വർഷം റമദാനായിപ്പോ ഇഫ്താറിൽ ആളിക്ക് എന്തൊന്നറിയില്ല, ഒരു പ്രയാസമായി ആൾമാരിക്കിട്. ഇപ്പൊ ഞാൻ വിചാരിക്കും ഒരു വർഷം റമദാൻ ഇക്കുള്ളതാ, റമദാൻ തിന്നുള്ളത് ഞാൻ വിചാരിച്ച തിന്നൃതേസോറ കുടിക്കൃതേസോറ അമ്മാതിരി വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ തിന്നപ്പ നല്ല കൽവ് ഇങ്ങനെ ഗട്ടിയായി പോയിട്ട് പിന്നെ ഞാൻ വെറുതെ അള്ളാഹു പിന്നെ കാബൂൾ ചെല്ലുമ്പോഴും ഒരു ടേസ്റ്റ് എന്റെ കൽവിൽ പണ്ടില്ല. എന്റെ ഞാൻ ലക്ഷ്യം മറന്നുപോയേ. ഒരു ഐസ് കച്ചവടാക്കണമെങ്കിൽ ആൾ മാർക്കറ്റിൽ പോയവർക്ക് റസാനിമാം തോന്നും. അയാൾ പോയിട്ട് എന്താക്കി ചോദിച്ചെങ്കിൽ അവിടെ പോയിട്ട് എത്തുമ്പോ കുറെ അവിടെ ആഡംബരങ്ങൾ അല്ലെങ്കിൽ നാട്ടൊക്കെ കണ്ടോണ്ടുണ്ടു, സീരിയൽ കണ്ടോണ്ടുണ്ടു. ഇയാൾ ഐസില് പെട്ടി അഞ്ഞമേ വെച്ചിട്ട് അതിൽ നോക്കോ സുഖമാക്കി അങ്ങനെ നോക്കിയിട്ട് ഉച്ചായി നോക്കിയിട്ട് പെട്ടിനെ വിട്ട് പറഞ്ഞ ഐസ് ഉണ്ടാകും. കാല് പെട്ടി മാത്രമല്ലേ, ഈ പെട്ടി ഐസായിട്ട് അതും കറങ്ങി പോകരുത്. എന്തും ഇല്ല. ലാസ്റ്റ് മനുഷ്യൻ അങ്ങനെയാണ്. റസാനിമാം തൊഴിലേക്കത്തത് ആ ഐസലിൽ ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് ലക്ഷ്യബോധമില്ലാത്തൊരു സമൂഹമായി മാറുത്തീറ. ഞാൻ എന്തിക്ക് വന്നതേ, ഞാൻ എന്തിനാക്കിയോണ്ടുള്ളേക്കത്ത ബോധങ്ങളില്ലാത്ത അവസ്ഥ. ഹജ്ജിക്ക് പോയിട്ട് ഒരു ഉദാഹരണം, ഹജ്ജിക്ക് പോയി അറബത്ത് എത്ര ചില ആൾമാർ അള്ളാഹു കാക്കട്ടെ. അറബത്ത് എത്ര തൊട്ട് കാക്കട്ടുണ്ടല്ലോ. അറബത്ത് പോവാം, എല്ലാവരും ഹജ്ജി പോവാം. പക്ഷെ എല്ലാവരും പോകാൻ ചോദിച്ചു ഞാൻ ഹജ്ജി പോകുന്നില്ല. നമുക്കൊരു ബോധം വേണം. ഞാൻ എന്തിക്ക് പേര് കണ്ട ഹജ്ജി പോകണം, എവിടെയെല്ലാം ചിലവാക്കിയിട്ട് ഹജ്ജി പോകണം. അങ്ങനെ അറബത്ത് പോയിട്ട് സുബയാകുമ്പോ എത്തിയിട്ട് അങ്ങനെ അറബത്ത് എന്തിനാണ് പോണ്ടേ, വെയിലല്ല യന്ത്രവേണി നീക്കിട്ട് അവിടെ അറബയിലെ ഹജ്ജിന്റെ വന്നു. പിന്നെ ഫുള്ള് ദ്വാമി അറബത്ത് തന്നെ 5-6 ഗണ്ട നിമിഷം മതങ്ങൾ പറഞ്ഞു. അങ്ങനെ അറബത്തിലെല്ലാം പോയിട്ട് വിശ്രമിച്ചിട്ട് വരങ്ങിട്ട് എഞ്ചിന് പിന്നെ തിരിഞ്ഞില്ല അവിടെ പിടിച്ചോളൂ. ഇനി അതിലെ സംഗ്രഹാക്കളുടെ വിജയം അങ്ങനത്തെ കുറെ മിസ്കിന്മാരെ ഞാൻ കണ്ടതാ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പൊ ഒരാൾ കണ്ടിരിക്കുമ്പോ വന്ന് ചെല്ല് അവിടെ നല്ല AC ഉണ്ട് അപ്പുറത്ത്. അങ്ങനെ അവിടെ പോയിട്ട് AC കൊണ്ടത് ചെയ്തു. അത്ര പിന്നൊരാൾ ചെന്ന് അവിടെ പാൽ കൊടുത്തോണ്ടുള്ള അൽമാരായിട്ട് പാൽ നല്ല പാലിന് കൊടുത്തോളൂ. അപ്പൊ പാൽ സംഗ്രഹമൊക്കെ ഓടിച്ചു. അങ്ങനെ ആ പാലെടുത്ത ബന്ധനോട് കുടിക്കോ നിൽക്കുമ്പോ വേറെടുത്ത് ചെന്നാൽ അവിടെ രാജാവിടെ കണക്കിൽ ഫ്രൂട്ട്സ് കൊടുത്തോണ്ടുള്ള അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഓടി. പിന്നെ തന്നെ ഞാനാകുമ്പോ ചെന്നാൽ ക്യാൻസീസിന്റെ കണക്കിൽ ചോറ് കൊടുത്തോണ്ടുള്ള ഇങ്ങനെ ഓടി ഇതിനെ സംഗ്രഹമാക്കി നോക്കുമ്പോ മുസ്തലിഫത്തിൽ പോകണം റെഡിയായിട്ട്. പിന്നെ ഈ കെട്ടും പിടിച്ചുകൊണ്ട് മുസ്തലിഫത്തിൽ പോകണ്ടേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് മസാക്കീൻ മിസ്കീന്മാർ ബോധമില്ല. എതിരെ ഞാൻ എന്തിക്ക് അറബത്തിൽ വന്നേ, ഞാൻ എന്തിക്ക് 7 ലാഖ് ചെലവാക്കിയിട്ട് വന്നേ, 5 ലാഖ് ചെലവാക്കിയിട്ട് വന്നേ ചൊല്ലെ ബോധമില്ല, ആചാരമൊക്കെ. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അറബത്തിൽ പോയി ലയിക്കാം, അൽമാരായ പാലൊഴിക്കുക, അതിനെ സംഗ്രഹാക്കുക. ഒന്ന് തെളിഞ്ഞു കിട്ടിയ മയ്യാവും അമ്മ ഓർഡറിക്കെത്ത കുറച്ച് മിസ്കീന്മാർ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അവിടെ എന്ത് സംഭവിച്ചിട്ട് അത് അവിടേക്ക് സീമിതല്ല, അത് എല്ലാ പക്കങ്ങൾ റമദാൻ വന്നെന്തോ അല്ലാത്ത സമയത്തും നമുക്കൊരു ബോധം വന്നില്ലാണ്ടായെങ്കിൽ ഞാൻ ഇങ്ങനെ പരാജയപ്പെട്ടു പോലെ. അതുകൊണ്ട് നല്ല തൗബത്ത മനസ്സുള്ളിലേക്കെത്ത ആളാവണം. അള്ളാഹു നല്ല നന്നാക്കണമെന്നുള്ള ബോധം വേണം. അത് റമദാനിൽ വന്നില്ലെങ്കിൽ ഞാൻ ചോദ്യം കൊണ്ട് എന്താ ചോദ്യം ഇബ്ലീസ് വരെ നന്നാവണം എന്നുള്ള മനസ്സ് വന്ന് പലപ്പോഴും നമ്മൾ ചെന്താ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി
അവന് എത്ര നല്ല ശാപ്പ വെക്കുക, എത്ര നല്ല പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം ഞാൻ റമദാനിൽ നന്നായില്ലെങ്കിൽ ഇബ്ലീസ് എന്നെ നോക്കിയിട്ട് ജീവിക്കലാണ്. കാരണം എന്റെ ലാനത്തുള്ളാഹിനെ അറിയിച്ചുള്ള ഒരാളെ ഒന്നും ഇത്ര നല്ല റമദാൻ കൊടുത്തിട്ടോ നന്നായാണ് ഓന് ബോധം വന്ന നക്കോ പറഞ്ഞുകൊണ്ടുള്ളതല്ലേ, ആക്ഷേപിച്ചുകൊണ്ടുള്ളതല്ലേ. അങ്ങനെ ഇബ്ലീസ് ലാനത്തുള്ളാഹി അലൈഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂട്ട വന്ന് തൗബ കേട്ടെത്ത സംഭവം വസാലിമാം തൊട്ടു. മൂസാ നബി അലൈഹി സ്വലാമയുടെ വന്നിട്ട് അവൻ കേട്ടത് നമുക്ക് തൗബ ഉണ്ടാകും. തൗബ ഉണ്ടായില്ല, നല്ല വിഷയം. ഞാൻ ആ ചരിത്രം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. ഇബ്ലീസ് വരെ നന്നാവണം തോന്നി എത്ര കോടി ആൾമാർ ശാപ്പയിട്ടാണ് നോക്കുന്നത്. ഇബ്ലീസ് അങ്ങനെ ഒരു ശാപ്പയിട്ടെങ്കിൽ എത്ര മഹ്ലൂക്ക് ദുനിയ വിളിക്കുവാണ് എവിടേക്കാണ് ഇബ്ലീസ് എല്ലാവരും ശാപ്പം. ആ ശാപം കിട്ടിയെങ്കിൽ ഇബ്ലീസ് വരെ നന്നാവണമെന്നുള്ള മനസ്സവിടെ വന്നിട്ടുണ്ടായെങ്കിൽ നക്ക് നന്നാവണമെന്നുള്ള മനസ്സ് വന്നില്ലെങ്കിൽ റബ്ബേ അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അവിടെ ഇബ്ലീസ് വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ നക്ക് തൗബുണ്ടാകും. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം സഡൻ തൗബുണ്ടെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും ചെല്ലാം തൗബുണ്ട് എല്ലാവരും. പക്ഷെ ഓണ് ചില്ലറ ആളെന്തല്ല. അപ്പൊ അള്ളാഹ് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു റബ്ബിടെ കേട്ടോട്ടെ സപ്പ ഉടനെ എനിക്ക് ആൻസറാക്കോ അവളെ അങ്ങനെ റബ്ബിടെ കേട്ടു. അപ്പൊ റബ്ബ് ചെന്ന് തൗബുണ്ടു. ഇബ്ലീസ് തൗബാക്കിയ തൗബ സ്വീകരിക്കും. പിന്നെ ബാക്കിയുള്ള വിഷയം കൊണ്ടാണ് ഫിറോൻ തൗബാക്കിയും സ്വീകരിക്കത്തുള്ളൂ. ലാസ്റ്റ് ഈ ഞാൻ കേൾക്കട്ട ഇന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നെങ്കിൽ ഇസ്രായേലിന്റെ അടുത്തുള്ള അങ്ങനെ ഷാരുടെ തൊട്ടുണ്ടാവുക അവിടെ നല്ല മുസ്ലിമായാൻ പേര് മുസ്ലിമായിട്ട് കൂടെ വന്നാൽ വരില്ല രഹസ്യ ആർട്ടിക്കലാണ് വന്നാൽ പേര് ഞങ്ങളുണ്ട് എത്ര നമുക്ക് സഹിക്കുക അവിടെ കാണുമ്പോൾ എന്തെല്ലാവും നമുക്ക്. പക്ഷേ ഇസ്ലാം ഒരാൾ വരലോടുകൂടെ ഇസ്ലാം യഹ്ദിമുമാകാന ഖബല ഞങ്ങളുടെ കാലത്ത് അങ്ങനെയാണ്. ഇക്രിമത്ത് എത്ര വലിയ ചർവ് പിടിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ എത്ര ആൾമാരുള്ള ഇസ്ലാമോ വരലോടുകൂടെ ബേജാർ ഇന്നലെ എന്തെല്ലാം ആക്കിയല്ലേ നബിയെ, തന്റെ സ്വന്തം കിടാവിടെ കൊച്ചു മൂടിയല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുമൂടി വിളിച്ചു പോയിട്ട് കൊണ്ടിയെടുത്തിട്ട് തന്റെ കിടാവിടെ അതിക്കിട്ട് ഊത്തിയ ചെല്ലുമ്പോ ഈ നേതാവിടെ കണ്ടിട്ട് തണ്ണിവൻ എന്നാലും ഇസ്ലാമോ യഹ്ദിമുമാകാന ഖബല ഇസ്ലാമോ ഒന്നും ആക്കിയെങ്കിൽ ഈ ജഹാലത്ത് നിങ്ങൾക്ക് പുറത്തു നിൽക്കുന്നില്ലേ. നമ്മൾ എല്ലാവരും കൂടിയിട്ട് അവൾ അടിക്കുമോ. പക്ഷേ അവന്റെ യഥാർത്ഥ ഇസ്ലാം ഒപ്പുണ്ടായെങ്കിൽ അള്ളാഹു അവൾക്ക് പുറത്തു കൊടുക്കടാ. അവർക്ക് കേൾക്കുക ഇത്ര മക്കൾ നമുക്കൊന്നുമില്ല പിടിച്ചില്ല എന്നെ കേൾക്കുക അത് ഞാൻ കൊടുത്തില്ല പഠിച്ചോട് വിട്ടെങ്കിൽ വിഷയമാണ്. പക്ഷെ ആ മക്ക നാളെ ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് പോയെങ്കും രണ്ടാളും സ്വർഗത്തിലാണ്. അങ്ങനെ ചെല്ലുവാ കെരിയും തെല്ലി യാറാ നീ അടിക്കൊള്ളി ചൊല്ലാതെ അറിയുള്ളൂ എന്തേ. കാരണം കൂടുതൽ ഈ സുഖങ്ങളെല്ലാം കാണുമ്പോ നമുക്ക് അവിടെ കിട്ടിയത് തെല്ലും ചൊന്നിട്ട് ദുനിയാവും ബലാ കിട്ടിയ ആൾമാർ ചൊല്ലാറ് ചെയ്യുന്ന റസൂലുള്ളാഹ്. അപ്പൊ അതാണ് അള്ളാഹു അങ്ങനെ ഇബ്ലീസ് മൂസാ നബി അലൈഹി സ്വലാം ഞാൻ അവസാനിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം തൗബ പക്ഷെ വിത്ത് കണ്ടീഷൻ എന്താ കൊണ്ടോട്ട നീ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുജൂദ് ഖബറിൽ കൊണ്ട് പോയിട്ട് സുജൂദാക്കും. കാരണം പണ്ട് നിന്റെ പുറത്താക്കി അത് കുറേ വിഷയം നീ അത്ര ആക്കിയമേ ഇത്ര സുലാഭ ഇബ്ലീസ് വിത്തു അങ്ങനെ തൗബാക്കിലുണ്ടായിട്ട് തന്നെ ഇബ്ലീസ് ലാനത്തുള്ളാഹിനെ ചൊല്ലിക്കണം. പിന്നെ നക്കിയ ലാനത്തുള്ളാഹിനെ ചൊല്ലും. കാരണം എന്റെ നഫ്സ് ഏറ്റവും വലിയ ശത്രുവാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആക്കിയിട്ട് ഒരു ഇബ്ലീസും പിന്നെ ഓന്റെ നഫ്സാണ്. പിന്നെ ഇബ്ലീസിനെ ഇപ്പൊ ദൂരമാവുന്നു. ഇബ്ലീസിനെ കെട്ടിയിട്ടായി റമദാൻ പറഞ്ഞ ഇബ്ലീസിനെ കെട്ടിയിട്ടുണ്ട് അതീതിൽ ഞാൻ പഠിച്ചില്ല. പിന്നെ ഞാൻ തപ്പാക്കൽ എന്താ റമദാൻ അത് നക്കി യഥാർത്ഥ ശത്രു ആരും കണ്ടുപിടിക്കുള്ള നല്ല ടൈമാണ് റമദാൻ. പിന്നെയും ഞാൻ ഈപത്തിന് അമീമത്ത് ചൊല്ലേണ്ടെങ്കിൽ യഥാർത്ഥ ശത്രു നാണ് എന്റെ ആത്മാവാണ്. അപ്പൊ ശത്രു ശരിക്കും പിടുത്തത്തിൽ ഇട്ടിരിക്കുന്ന ടൈമാണ് റമദാൻ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു അവിടെ പോയിട്ട് സുജൂദാക്കണോ അതൊക്കെ റെഡിയായില്ലേ ഇബ്ലീസ് അവിടെയാണ് ഒന്ന് തോത്തത്. അവൻ ചെന്നതിന് വന്നു ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടാണോ അവൻ ചങ്കിയത്തോട് അവൻ ചെന്ന നാണ് ആദം നബി അലൈഹി സ്വലാം ചെയ്തിട്ടുള്ള ഹയാത്തിലിരിക്കുമ്പോ സുജൂദാക്കാത്തതാണ്. അപ്പൊ അയാൾ മരിച്ചു കിടക്കുമ്പോ സുജൂദ് അത്ര കാപ്പാണ് അവൾ കബറിനെ മുട്ട പോയിട്ട് ഞാൻ സുജൂദാക്കില്ല അതൊക്കെ ഞാൻ റെഡിയില്ല കേട്ടോ ചെന്നവൾ അവിടെ റസാലിമാം ചൊല്ലു. ഇനി ഓൺ അത് സാധ്യമേ ഇല്ല. കാരണം ഓന്റെ ഏറ്റവും വലിയ സീക്കഥ അതായത് കിബറും ചൊല്ലത് മനുഷ്യനെ കണ്ടു ബന്ധമുണ്ടല്ലേ ഓൺ അത്ര സുലാഭത്ത് തന്നാവുള്ള അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാക്കട്ട്. കിബറാണ് ഇബ്ലീസിലെ ഏറ്റവും വലിയ മോശം കിബറാണ്. ആ കിബറാക്കിയ ഇബ്ലീസിനെ അള്ളാഹു തിരിച്ചെടുത്തില്ല. ഫലം തിന്നണ്ടാൻ ചൊല്ല തിന്റെ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തിരിച്ചെടുത്ത അതൊരു വികാരമാണ്. അള്ളാഹു പുറത്തു കൊടുക്കുക കിബർ അള്ളാഹു മാഫ് കൊടുക്കില്ലേ. അവിടെ ചൊല്ലു ഈ നരകത്തിൽ കൊണ്ട് ഇട്ടിട്ട് 800 വർഷം നരകത്തിൽ ഇട്ടിട്ട് പുറത്തെടുത്തിട്ട് ചൊല്ലേ പിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തരാം. പക്ഷെ ഒരു നിബന്ധന കൊണ്ട് അവിടെ ആദം നബി അലൈഹി സ്വലാം കൊണ്ടൊന്ന് പോയിട്ട് സുജൂദാക്കണം പണ്ടത് എന്റെ ചൊല്ലും. അപ്പോ അവൻ ചൊല്ലേന്ദ്ര അവിടെ വന്നിട്ടുണ്ട ലം അസ്ജുദു ലഹു അവ്വലൻ അസ്ജുദു ലഹു അഖീറൻ കൊണ്ട് സ്ട്രോങ് കിബറന്മാർ അത്ര വലിയ സ്ട്രോങ്. പണ്ട് ഫസ്റ്റ് സുജൂദാക്കാത്തതാണ് ഇതിന്റെ തീർന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ സുജൂദാക്കണം അതില്ല. രണ്ട് നരകത്തിലിട്ടെങ്കോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചൊല്ലുകൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ല. ഇങ്ങനെ ഇബ്ലീസിന് നിങ്ങൾ പറയുമ്പോഴും ഇബ്ലീസിന് നന്നാവണം ചൊല്ല ഒരു മനസ്സുവൻ തന്നെ അത് നമുക്ക് എടുക്കുക അതൊരു പോസിറ്റീവാണ്. അപ്പൊ അവനോടും നന്നാവണോണ്ടായിട്ട് എനിക്ക് നക്കല്ലേ നന്നാവുക അവളുടെ രണ്ടൊട്ടിക്ക് നാം കേട്ടോളാം. അള്ളാഹു നമ്മൾ നന്നാക്കി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ പരിശുദ്ധ റമദാനിന്റെ ബർക്കത്തോട് ഞങ്ങളെ നീ കബൂലാക്കണമേ.
ഈ റമദാൻ അവസാനത്തെ റമദാനാക്കരുത് റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഗുണമാക്കി സാക്ഷി നിർത്തണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നന്നാ വിജയിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകലമായ ദോഷങ്ങളെ നീ പൊറുത്തു തരണം റഹ്മാനെ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിയണം റഹ്മാനെ. നീ തന്ന നിഅമത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, അവസാനം വരെ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണം റഹ്മാനെ. മാരക രോഗങ്ങൾ ഞങ്ങൾ ആർക്കും നീ നൽകല്ലേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാൻ. നാളെ നിങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾ ആഖിറത്ത് നീ നന്നാക്കി തരണം റഹ്മാൻ. പുഞ്ചിരി ഈമാനോടെ നിന്റെ ലിഖാഹിന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം റഹ്മാൻ. ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്ക് നീ വലിയ ബർക്കത്ത്, ഇസ്സത്ത്, ഐശ്വര്യം, ഖൈർ, ബർക്കത്ത് നൽകണം റഹ്മാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.